പോലീസ് നിന്ന് ഗതികേടിരിക്കുന്നത് അയാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല 15-ാം തീയതി വരെ എന്ന് അയാൾക്ക് മുൻകൂർ ജാമ്യം കൊടുത്തുകൊണ്ട് കോടതി പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരു MLA എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് അയാൾക്ക് വോട്ട് ചെയ്യാനുള്ള സംരക്ഷണം കൊടുക്കേണ്ടത് നിയമ സംഹിതയുള്ള ഒരു നാട്ടിന്റെ പൊതുവായ ഒരു ബാധ്യതയാണ്. അതുകൊണ്ട് പോലീസിനെ അതിനകത്ത് നമ്മൾ കുറ്റപ്പെടുത്തുന്ന അർത്ഥമൊന്നുമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ അയാൾ ഒരു MLA കൂടിയാണ്. അയാൾ നാണം കെട്ട അപമാനത്തിനായി മനുഷ്യരുടെ മുഴുവൻ തന്റെ വോട്ടർമാരുടെ മുഴുവൻ പ്രതിഷേധം ഏറ്റുവാങ്ങിക്കൊണ്ട് അയാൾ വന്ന് വോട്ട് ചെയ്തു. ഒരക്ഷം പോലും മിണ്ടാതെ കൊണ്ട് നിയമപരമായ രീതിയിലുള്ള നടപടികൾ മുന്നോട്ട് പോട്ടെ, കോടതി തീരുമാനിക്കട്ടെ എന്ന് ഏർക്കും പറയാവുന്ന രീതിയിൽ തിരിച്ചുപോയി. സത്യത്തിൽ ലജ്ജാകരമായ കാഴ്ചകളാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരുന്നത്. അതായത് ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച MLA ഒറ്റ വർഷത്തിനുള്ളിൽ തന്നെ ജനങ്ങളാൽ വെറുക്കപ്പെട്ടവനായി മാറുക, അതും സമാനതകളില്ലാത്ത സ്ത്രീപീഡനത്തിൽ അന്തസ്സില്ലാത്ത പ്രവൃത്തികളുടെ ഫലമായിട്ട് അയാളെ സ്വന്തം പാർട്ടിയിൽ നിന്നും പുറത്താക്കി. ഇന്നിപ്പോ ഒരു പാർട്ടിയുടെയും എന്താ പറയുക നാമമില്ലാതെ കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ലേബലില്ലാതെ കൊണ്ട് ഒരു സ്വതന്ത്ര MLA ഇതിൽ ആരും പിന്താങ്ങാനില്ലാതെ കൊണ്ട് അയാള് ഇപ്പോൾ എന്താ പറയുക 10-15 ദിവസത്തെ ഒളിജീവിതത്തിന് ശേഷം അയാൾ വോട്ട് ചെയ്യാൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അയാൾക്ക് നാണമെന്ന് പറയണ ഇല്ല, അയാളുടെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അയാൾക്ക് നാണം ഉണ്ടായാലും ഇല്ലെങ്കിലും അയാളെ സംബന്ധിച്ചോളം കേരളത്തിലെ പൊതുസമൂഹം അദ്ദേഹത്തിന് എഴുതിത്തള്ളി. കാണേണ്ട കാഴ്ചയാണ് ഏറ്റവും എന്താ പറയുക നമ്മളെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. കാരണം പാലക്കാട് അയാള് വോട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറത്തിറങ്ങിയ സമയം മുതൽ തന്നെ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആളുകൾ അദ്ദേഹത്തിനെ ഗോ ബൈക്ക് എന്നും പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളും അദ്ദേഹത്തിനെതിരെയുള്ള പ്രതികരണങ്ങളുമായിട്ട് നിൽക്കുമ്പോൾ ആ മനുഷ്യൻ ഇനി ഒരു നിമിഷം പോലും MLA ആയി തുടരാനായിട്ട് യാതൊരു യോഗ്യതയില്ലെന്ന് മാത്രമല്ല അയാൾക്ക് മനുഷ്യകുലത്തിൽ പറഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ ആ MLA എന്നുള്ള ബോർഡ് വെച്ച് വരാനുള്ള ഒരു യോഗ്യതയില്ല. കാരണം തന്നെ തെരഞ്ഞെടുത്ത വോട്ടർമാർ തന്നെ തനിക്കെതിരെ പ്രതികരിക്കുന്ന അത്യപൂർവമായ ഇന്ത്യയിൽ തന്നെ അത്യപൂർവമായ ഒരു കാഴ്ചയാണെന്ന് പാലക്കാട് കാഴ്ചവെച്ചത്. അതുകൊണ്ട് ഈ സ്ത്രീ വേട്ടക്കാരനെ സമൂഹം വെറുത്ത, കേരളം വെറുത്ത, കേരളത്തിൽ തന്റെ വോട്ടർമാർ പോലും വെറുത്ത, ഇന്ന് പുറത്തിറങ്ങിയാണ് അതിന്റെ കൂവൽ ഏറ്റുവാങ്ങുന്ന അയാൾ ഏത് രീതിയിലാണല്ലോ അയാൾ വോട്ടെടുപ്പിന് വരുമ്പോൾ അത് പോലീസ് സംരക്ഷണം നൽകുക എന്ന് പറയുന്നത് പോലീസിന്റെ ബാധ്യതയാണ്. അത് ബാധ്യത മാത്രമേ പോലീസ് നിർവഹിച്ചിട്ടുള്ളൂ. 15-ാം തീയതി ഹൈക്കോടതിയിൽ അയാളുടെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുമ്പോൾ ഏത് രീതിയിലുള്ള നിയമ നടപടിയാണ് ബഹുമാനപ്പെട്ട കോടതി സ്വീകരിക്കുന്നത് അനുസരിച്ചായിരിക്കും ഇനിയുള്ള അയാളുടെ മുമ്പോട്ടുള്ള യാത്രകൾ. അത് മാത്രമേ ഇപ്പൊ പറയാനുള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.